ഹായ്, ഗുഡ് മോർണിംഗ്. ടാരോട്ട് കാർഡ് റീഡിംഗിലേക്ക് സ്വാഗതം. നമ്മളിത് നോക്കുന്ന ഇന്നത്തെ നിങ്ങളുടെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നത് നമുക്കങ്ങനെ നോക്കാം. ഇവർക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും. യൂസേഴ്സാണ് ഫസ്റ്റ് ഉണ്ട്. എംബറസ്, Queen of Pentacles, King of Swords, ഒരു കാർഡ് എടുക്കാം. ഇത് ഫോളാണ് വന്നേക്കുന്നത്. ബോട്ടം വന്നിരുന്നത് 3 of Pentacles ആണ്. 3 of Pentaclesഉം 3 of Swordsഉം വന്നിട്ടുണ്ട്. ഏതൊരു വ്യക്തിയുടെ കടന്നുവരവ് മൂലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാവാം, ഇല്ലെങ്കിൽ ഏതൊരു വ്യക്തി നിങ്ങൾക്ക് ആവശ്യമില്ലാത്തൊരു വ്യക്തിയുടെ ഒരു കടന്നുവരവ് ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കുന്ന എനർജിയാണ്. ആ ഒരു വ്യക്തിയിൽ നിന്ന് മാറിപ്പോവാണ്. അപ്പം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കണം, അതാണ് കൂടുതൽ എൻ്റെ മനസ്സിൽ തോന്നുന്നത്. 3 of Swordsഉം 3 of Pentaclesഉം വന്നിട്ടുണ്ട്. ഏതെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ഒരു എനർജി ആയിരുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാം, നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത എന്തോ ഒരു വ്യക്തിയുടെ എനർജി ഉണ്ട്, അതല്ലെങ്കിൽ ആവശ്യമില്ലാത്ത എന്തോ ഒരു കാര്യം, അതിൽ നിന്ന് മാറിപ്പോവാണ്. മാറിപ്പോകാന്ന് വെച്ചാൽ നിങ്ങളെ ഡിവൈൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ നിന്ന് ശരിക്കും പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. ഈ ഒരു വ്യക്തികളെ മാറ്റി എന്താണ് ഡിവൈനായിട്ട് തന്നെ മാറ്റുവാണ്. അപ്പം അതാണ് 3 of Swordsഉം 3 of Pentaclesഉം വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് പെയിൻഫുള്ളായ സിറ്റുവേഷൻ തന്നിരുന്ന ഒരു കാര്യമാണ് നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നത്. അതല്ല ഏതൊരു വ്യക്തിയായിരുന്നു, അവരുടെ ഒരു വാക്കിലൂടെ പ്രവൃത്തിയിലൂടെ ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, വിഷമം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി മാറിപ്പോവാണ്. പിന്നെ വന്നത് എംപ്രസ് ആണ്. ഇതിലൊരു സ്ട്രോങ് ആയ എനർജിയാണ് എംപ്രസ്. സ്വന്തം കാലിൽ നിങ്ങളിന്ന് നിൽക്കാൻ പറ്റും. നിങ്ങൾക്ക് ആരുടെയും ഹെൽപ്പ് വേണ്ട നിങ്ങളുടെ ഒരു കാര്യത്തിനും. പക്ഷേ എന്നാലും നിങ്ങൾ മറ്റുള്ളവർക്കൊക്കെ ഒരു മൂല്യം കൊടുക്കും. ആ ഒരു എനർജിയാണ് ഇന്നത്തെ കാണിക്കുന്നത്. നിങ്ങളുടെ കാര്യം നോക്കി സെൽഫ് ലവ് ഒക്കെ ചെയ്ത് നല്ലൊരു എനർജിയിൽ, അത് ഞാൻ പറഞ്ഞൊരു നല്ല സ്ട്രോങ് എനർജി എംപ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ഒരു നല്ല പോസിറ്റീവായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ സെൽഫ് വാല്യൂ ഒക്കെ മനസ്സിലാക്കി സെൽഫ് ലവ് ഒക്കെ ചെയ്തിരിക്കുന്ന എനർജിയാണ്. പാസ്റ്റിൽ എന്താണോ ചെയ്തത് അതിനൊക്കെ ഒരു ഫലം കിട്ടുന്നുണ്ട്. എന്തൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ പാസ്റ്റിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായി വരുന്നെങ്കിലും നിങ്ങൾ നല്ല ഗ്രൗണ്ടഡായിട്ടിരിക്കും. അത്രയും ഒരു മറ്റുള്ളവർക്കൊരു മൂല്യം കൊടുത്ത്, നല്ല സ്നേഹമൊക്കെ കൊടുത്ത്, പിന്നെ എപ്പോഴും ഒരു ഗ്രൗണ്ടഡായിട്ടിരിക്കാൻ സാധിക്കുന്നൊരു ദിവസം. ശരിക്കും എല്ലാവരും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്ന ദിവസമാണ്. നിങ്ങളുടെ വാക്കുകൾക്ക്, നിങ്ങളുടെ പ്രവൃത്തികൾക്കൊക്കെ ഒരു പ്രാധാന്യം കൊടുത്ത് എല്ലാവരും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യും. കാരണം പാസ്റ്റ് നിങ്ങളെ ആരെങ്കിലുമൊക്കെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തികളൊക്കെ നിങ്ങളെ ഒരുപാട് റെസ്പെക്റ്റോടെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന എനർജിയാണ്. നിങ്ങളിലേക്ക് അവർ വരും. ഇത്രയും നാൾ നിങ്ങളെ അവോയ്ഡ് ചെയ്യുമായിരുന്നെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങളെ അന്വേഷിച്ച് വരുന്ന പോലെ നിങ്ങളിലേക്ക് അവരൊക്കെ വന്നു ചേരുന്ന എനർജിയാണ്. അത്രയും നിങ്ങളോട് റെസ്പെക്റ്റാണ് എല്ലാവർക്കും ഈ ദിവസം. പിന്നെ ഫിനാൻഷ്യലി അബണ്ടൻസ് ആണ്. ക്വീൻ ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്, എംപ്രസും വന്നിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഈ ഒരു പ്രഗ്നൻ്റ് ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇന്നത്തെ ദിവസം അത് അനുകൂലമാണ്. അവിടെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടും കുഞ്ഞിൻ്റെ കാര്യത്തിൽ. അല്ലെങ്കിൽ വീട്ടിലേതെങ്കിലും ഒരു ഇങ്ങനെ ആരെങ്കിലും അതിനായിട്ട് ആ ഒരു എനർജിയിലിരിക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഒരു വീട്ടിലൊരു പുതിയ ജീവൻ, ആ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നൊക്കെ എനർജി കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ നിങ്ങളുടെ ഒത്തിരി പ്രിയപ്പെട്ടവരായിരിക്കാം, അങ്ങനെയുള്ള ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതല്ല ഇതൊരു കാര്യത്തിന് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് അത് അനുകൂലമാണ്. പോസിറ്റീവായിട്ട് എന്തെങ്കിലും റിസൾട്ട് വരും പ്രഗ്നൻ്റ് ആയിട്ടുള്ളത്. അപ്പം ക്വീൻ ഓഫ് പെന്റക്കിൾസ് വന്നിരിക്കുന്നത്
ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന എംബ്രസും വന്നുകൊണ്ട് അതിനകത്ത് പറഞ്ഞത് ഒരു പ്രഗ്നൻറ്റിൻ്റെ ഒരു അനുകൂലമായി നിൽക്കുന്ന സമയമാണ്. പിന്നെ ക്വീൻ ഓഫ് പെന്റക്കിൾസ് വന്നത് എംബ്രസും വന്നത് ഫിനാൻഷ്യലി ഒരു അബണ്ടൻസിലേക്ക് നിങ്ങൾ പോകുന്നുണ്ട്. എന്നിട്ട് നിങ്ങളൊന്ന് ബാലൻസിലേക്ക് എത്തുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പൈസ നിങ്ങളുടെ നിന്ന് വന്നിരുന്ന എനർജിയാണ്. പിന്നെ നിങ്ങളുടെ ഒരു പ്രയത്നത്തിൻ്റെ ഫലം സക്സസ് ആയിട്ട് നിങ്ങൾക്ക് ഇത് കിട്ടുന്ന ദിവസമാണ്. ക്വീൻ ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. പിന്നെ കിങ് ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളൊരു ഉറച്ച തീരുമാനം എടുത്ത് മുമ്പോട്ട് പോകുന്നുണ്ട്. ആ ഒരു തീരുമാനത്തിൽ എല്ലാവരും നിങ്ങളെ കൂടെ നിൽക്കുകയും നിങ്ങൾക്ക് സപ്പോർട്ട് തരികയും ചെയ്യും. ഇതിപ്പോൾ ആ ഒരു തീരുമാനത്തിൽ നിന്ന് ആര് പറഞ്ഞാലും നിങ്ങൾ മാറത്തില്ല. അത്ര ഒരു സ്ട്രോങ് ആയ വ്യക്തികളായിട്ട് സ്ട്രോങ് ആയ തീരുമാനങ്ങളെടുത്ത് ആ ഒരു സ്ട്രോങ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട്. അത്രയും ഒരു എന്താണ് ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക നിങ്ങൾ. അതിൽ നിന്ന് ആര് പറഞ്ഞാലും മാറുന്നില്ല. അപ്പോൾ ഒരു നിങ്ങളുടെ ഒരു വ്യക്തിത്വമാണ് അവിടെ പ്രകടമാക്കുന്നത്. നിങ്ങൾ അങ്ങനെ എന്തോ ഒരു തീരുമാനം എടുത്ത് അതിൽ ഉറച്ചു നിന്ന് അതിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. അത് നിങ്ങളുടെ വിജയത്തിനാണ്. ഇത് ഫൂൾ വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ഒരു പുതിയ തുടക്കമാണ്. കിങ് ഓഫ് സോഴ്സ് വന്നിരിക്കുന്നുണ്ട്. നിങ്ങൾ എന്താണോ തീരുമാനിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങൾ നടപ്പിലാക്കിയിരിക്കുക. അത്രയും ഒരു ഉറച്ച തീരുമാനം എടുക്കുന്നതാണ്. പിന്നെ ഫുൾ കാർഡ് വന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു ഫ്രഷ് ന്യൂ സ്റ്റാർട്ടാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊരു ചേഞ്ച് വരുത്തുകയാണ് നിങ്ങൾ. ഒരു പുതിയ തുടക്കം. അത് കാർമിക്കൊക്കെ പോയിട്ടൊരു നല്ല സന്തോഷത്തോടെ ഒരു പുതിയ തുടക്കം ഉണ്ടല്ലോ, ഒരുപാട് പ്രതീക്ഷയോടെ ഡിവൈൻ വിശ്വസിച്ച് ആ ഒരു എനർജിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ത്രീ ഓഫ് സോഴ്സും ത്രീ ഓഫ് പെന്റക്കിൾസുമാണ്. ത്രീ ഓഫ് പെന്റക്കിൾസാണ് ബോട്ടം വന്നിരിക്കുന്നത്. അതപ്പോൾ എന്തോ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ ഏതൊരു വ്യക്തി നിങ്ങൾക്ക് ആവശ്യമില്ലാത്തൊരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ആ ഒരു വ്യക്തി മാറിപ്പോവാണ്. ആ ഒരു വ്യക്തിയെ ഡിവൈനായിട്ട് തന്നെ മാറ്റിത്തരുവാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് എല്ലാം സന്തോഷമാണ്. സമൃദ്ധിയുടെ കാർഡാണ്. ഒരു എന്താണ് ഫിനാൻഷ്യലി എല്ലാം എന്തായാലും ഓക്കെയാണ്. എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യും. എല്ലാവരും നിങ്ങളെ അംഗീകരിക്കുന്ന സമയം. ഫിനാൻഷ്യലി അബണ്ടൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെയായാലും കുറേ പൈസയൊക്കെ വന്നു. പിന്നെ നല്ല ഒരു തീരുമാനം എടുത്ത് മുമ്പോട്ട് പോകും. ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിന്ന് അതിലൂടെ നിങ്ങൾ വിജയിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഇന്നത്തെ എനർജി. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ലൈക്ക് കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ പേഴ്സണൽ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതെടുത്തിട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.